അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കല്യാണ വീട്ടിൽ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ചധികം തന്നെ നെയ്യിട്ട് കൊടുക്കുക. നെയ്ച്ചോറല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റും സ്മെല്ലൊക്കെ കിട്ടാനായിട്ട് കുറച്ചധികം തന്നെ നെയ്യിട്ട് കൊടുക്കുക. ഇനി കുറച്ച് ഓയിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആദ്യം തന്നെ കുറച്ച് കാഷ്യൂ റോസ്റ്റ് ചെയ്തെടുക്കാവേ. കാഷ്യൊക്കെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കോരിയെടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കാം. മൂത്ത് വരുന്ന സമയത്ത് 4 സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 kg ആണ് കേട്ടോ റൈസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ 2 kg ആണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് കേട്ടോ അളവ് പറഞ്ഞിരുന്നത്. അപ്പോൾ 4 സബോള അരിഞ്ഞതും കൂടി ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വാടി വന്ന ശേഷം നമുക്ക് അതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ വഴറ്റിയെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ സബോള കളറ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ റൈസിൻ്റെ കളറും മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരട്ടെ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 2 ചെറുനാരങ്ങയുടെ നീരും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ച് മുന്നിൽ വേണം കേട്ടോ, എന്നാലേ കറക്റ്റ് ആയിരിക്കുള്ളൂ റൈസിന്. അപ്പോൾ ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ എല്ലായിടത്തും എത്തുന്ന പോലെ മിക്സ് ചെയ്യുക. ലാസ്റ്റ് വേണം കേട്ടോ പച്ചമുളക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കളറ് മാറാൻ പാടില്ല, ഹൈ ഫ്ലെയിമിൽ വെക്കാനും പാടില്ല കേട്ടോ ഗ്യാസ്. അപ്പോൾ ഇതുപോലെ ഇതിന് നന്നായി വാടി വന്ന ശേഷം ഞാൻ 1 പാത്രം അരിക്ക് 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 പാത്രം അരിക്ക് 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിന് വെള്ളം ഒഴിച്ച് ഇനി അടപ്പിട്ടൊന്ന് മൂടിക്കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ നമ്മുടെ വെള്ളമൊക്കെ. ഇനി വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൈസും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കുക. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ, ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോൾ ഇതിന് കുറച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വെള്ളം വെക്കട്ടെ. ഇതിന് നമ്മൾ ദമ്മൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആക്കിയാൽ മതിയാവും. അപ്പോൾ ഇതിനിവിടെ റൈസൊക്കെ 3/4 ഭാഗം എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യും കുറച്ച് കാഷ്യൂ റോസ്റ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. അടപ്പിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചാൽ വെയിറ്റുള്ള എന്തെങ്കിലും അടപ്പിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ആ ആവിയിൽ തന്നെ ഒന്നും കൂടി അടിപൊളിയായിട്ട് റൈസ് വെന്തോളൂ കേട്ടോ. അപ്പോൾ ഇതിന് അടിപൊളിയായിട്ട് നെയ്ച്ചോറ് വന്നിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും.